എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എൻഎസ് അക്കാഡമി. നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 3 പാർട്ട് 1 ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ബൈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ കാൽഷ്യം കാർബൈഡ് ആൻഡ് വാട്ടർ. ദ ബൈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ കാൽഷ്യം കാർബൈഡ് ആൻഡ് വാട്ടർ. കാൽഷ്യം കാർബൈഡ് അല്ലെ. കാൽഷ്യം കാർബൈഡും അതുപോലെ തന്നെ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്തുണ്ടാകും, അവിടെ അസറ്റിലിൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും, പ്ലസ് നമുക്ക് മറ്റൊരാളോടെ കിട്ടുന്നുണ്ടാകും. ആ ബൈ പ്രോഡക്റ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി സ്ലേക്കഡ് ലൈം കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി CaC2 കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ആലോചിച്ച് നോക്കി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ബി ആണ് ഉദ്ദേശിച്ചത്? അതെ അതെ, ഓപ്ഷൻ ബി. ബി സ്ലേക്കഡ് ലൈം ആണോ? കറക്റ്റ് ആണോ? സ്ലേക്കഡ് ലൈം ആണ്. ഓക്കെ, സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈം കറക്റ്റ് ആണ്. സ്ലേക്കഡ് ലൈം കറക്റ്റ് ആണ്. നമ്മൾ ഈ സ്ലേക്കഡ് ലൈമിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ദാറ്റ് ഈസ് CaOH ട്വൈസ്. CaOH ട്വൈസ്. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ. അപ്പൊ ഇവിടെ എന്താണ്? സ്ലേക്കഡ് ലൈം കറക്റ്റ് ആണ്. സ്ലേക്കഡ് ലൈം കറക്റ്റ് ആണ്. ഈ പറയുന്ന സ്ലേക്കഡ് ലൈമിനെ വിളിക്കുന്ന കെമിക്കൽ നെയിം ആണ് എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. CaOH ട്വൈസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? സ്ലേക്കഡ് ലൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച എല്ലാവരും. അപ്പൊ ഇവിടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും കറക്റ്റ് ആണ്, സ്ലേക്കഡ് ലൈമും കറക്റ്റ് ആണ് അല്ലെ. രണ്ടും ഒന്ന് തന്നെയാണ് ബേസിക്കലി. ദെൻ CaC2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്? കാൽഷ്യം കാർബൈഡ് ആണ്. അപ്പൊ അതല്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ബോത്ത് എ ആൻഡ് ബി കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളുടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി. കറക്റ്റ് ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ക്ലിയർ ആയി. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് അസറ്റിൻ ഗ്യാസ് ജനറേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇതായിരിക്കും: അസറ്റിലിൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏതൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്? ഏതൊക്കെ തമ്മിലാ? കാൽഷ്യം കാർബൈഡും വാട്ടറും. അത് ഓർത്തിരിക്കാം. അപ്പൊ കാൽഷ്യം കാർബൈഡും വാട്ടറും റിയാക്ട് ചെയ്യുമ്പോഴാണ് ദാറ്റ് ഈസ് അസറ്റിലിൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നത്. കാൽഷ്യം കാർബൈഡ് CaC2 അതെങ്ങനെ? സോളിഡ് ഫോമിൽ. നമുക്കറിയാം തരി തരി പോലെ ഓരോ ഗ്രേഡിൽ അവൈലബിൾ ആണ് അല്ലെ. ND40. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് ഗ്രേഡുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ കാൽഷ്യം കാർബൈഡ് സോളിഡ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാകും, പ്ലസ് വെള്ളം ലിക്വിഡ് ആയിട്ട് H2O ഉണ്ടാകും. അപ്പോൾ കാൽഷ്യം കാർബൈഡും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഫോം ചെയ്യും? C2H2. കെമിക്കൽ ഫോർമുല C2. അതും ചോദിച്ചിട്ടുണ്ട്. C2H2 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് അത് അസറ്റിലിൻ ആണ്. അപ്പൊ അസറ്റിലിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യുന്നു. G അല്ലെ, ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യുന്നു. പിന്നീട് എന്താ ഉണ്ടാവുക? ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അത് തന്നെയാണ് എന്ത്? സ്ലേക്കഡ് ലൈം എന്ന് പറയുന്നത്. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് സോളിഡ് ഫോമിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഓർത്തിരിക്കാം. CaC2 അതായത് കാൽഷ്യം കാർബൈഡും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? നമ്മളുടെ ഫ്യൂവൽ ഗ്യാസ് ആയിട്ടുള്ള അസറ്റിലിൻ C2H2 ഫോം ചെയ്യുന്നു. പ്ലസ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് ലഭിക്കുന്നു? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലേക്കഡ് ലൈം ലഭിക്കുന്നു. അപ്പൊ അത് ഓർത്തിരിക്കാം. അപ്പൊ അത് വിട്ടുപോയത്, ഇങ്ങനെ ചോദ്യം വന്നാൽ അത് വിട്ടുപോകരുത്. അപ്പൊ കാൽഷ്യം കാർബൈഡ് നമുക്കറിയാം, കാൽഷ്യം കാർബൈഡില് 62.5% കാൽഷ്യം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. 62.5% കാൽഷ്യം, ബാക്കി 37.5 അല്ലെ, 37.5% കാർബൺ. അപ്പം കാൽഷ്യം കാർബൈഡ് CaC2-നകത്ത് CA എത്രയാണ്? കാൽഷ്യം എത്രയാണ്? 62.5%. അതുപോലെ തന്നെ കാർബൺ എത്രയാണുള്ളത്? കാർബൺ 37.5%. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഓർത്തിരിക്കാം. വാട്ടർ നമുക്കറിയാം അല്ലെ, അത്തരത്തിൽ ഹൈഡ്രജനും ഓക്സിജനും H2O ആണെന്നുള്ളത് കൂടി അറിയാം. ഓക്കെ, ഫൈൻ. അപ്പോ ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 1 volume of liquid acetone. 1 volume of liquid acetone can dissolve dash volume of acetylene under NTP. 1 volume of liquid acetone can dissolve dash volume of acetylene under NTP. Normal temperature pressure
ഓപ്ഷൻ എ 22 വോളിയം, ഓപ്ഷൻ ബി 10 വോളിയം, ഓപ്ഷൻ സി 15 വോളിയം, ഓപ്ഷൻ ഡി 25 വോളിയം. 1 volume of liquid acetone can dissolve dash volume of acetylene under NTP. തെറ്റിയാൽ കുഴപ്പമില്ല, പറഞ്ഞോ. ഇവിടെ തെറ്റിയാൽ കുഴപ്പമില്ല, നമ്മുടെ എക്സാമിന് തെറ്റരുത്. 25 റൈറ്റ് ആൻസർ ആണ്. സംശയമൊന്നും വേണ്ട, 25 തന്നെയാണ്. 25 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോ 1 വോളിയം ലിക്വിഡ് അസറ്റോൺ ക്യാൻ ഡിസോൾവ് 25 വോളിയം ഓഫ് അസറ്റിൻ അണ്ടർ NTP അല്ലെ. ഇത്തരത്തിൽ ടെമ്പറേച്ചർ പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പോ പ്രോപ്പർട്ടീസ് ഓഫ് അസറ്റിൻ ഗ്യാസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു. നമ്മൾക്കറിയാം നമ്മളുടെ അസറ്റിൻ എവിടെ ഡിസോൾവ് ചെയ്യുന്നുണ്ടാകും? അസറ്റോണിനകത്ത് ഡിസോൾവ് ചെയ്യുന്നുണ്ടോ അല്ലെ. അതുകൊണ്ടാണ് ഡിസോൾവ്ഡ് അസറ്റിൻ എന്ന് പറയുന്നത് അല്ലെ, ഡിസോൾവ് DA എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? അസറ്റോണിനകത്താണ് അല്ലെ. സോ ഇറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ് അസറ്റോൺ അറ്റ് ഹൈ പ്രഷർ അല്ലെ. നമ്മൾ സാധാരണഗതിയിൽ ഈ പറയുന്ന അസറ്റിലിൻ ഗ്യാസ് ഉയർന്ന പ്രഷറിലേക്ക് നമുക്ക് അസറ്റിലിൻ ഗ്യാസ് ആയിട്ട് തന്നെ ഉയർന്ന പ്രഷറിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമോ? ഇല്ല. കാര്യം അത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ളതാണ് അല്ലെ. സോ അത്രയും പ്രഷറിലൊന്നും നമുക്ക് എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഉയർന്ന പ്രഷറിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യണം? ഡിസോൾവ് ചെയ്യണം. എവിടെ ഡിസോൾവ് ചെയ്യണം? ലിക്വിഡ് അസറ്റോണില്. ലിക്വിഡ് അസറ്റോണില് ഡിസോൾവ് ചെയ്യണം. അപ്പൊ അതും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ എവിടെയാണ് നമ്മൾ അത് ഡിസോൾവ് ചെയ്യുന്നത്? ലിക്വിഡ് അസറ്റോൺ. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം 1 വോളിയം ഓഫ് ലിക്വിഡ് അസറ്റോൺ അല്ലെ. ഒരു വോളിയം, ഓക്കെ, ഒരു വോളിയം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഏതോ ആയിക്കോട്ടെ. അപ്പൊ ഒരു വോളിയം ലിക്വിഡ് അസറ്റോൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ 25 വോളിയം അസറ്റിൻ നമുക്ക് നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്കതിനെ ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ അതിന്റെ കപ്പാസിറ്റിയാണ് 25 വോളിയം അസറ്റിൽ നമുക്ക് നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ നമുക്ക് 1 വോളിയം ലിക്വിഡ് അസറ്റോണിലേക്ക് നമുക്ക് 25 വോളിയം അസറ്റിൽ നമുക്ക് അതിലേക്ക് ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ദ ഡിസോൾവിംഗ് കപ്പാസിറ്റി ഗ്രോസ് ഇൻ പ്രൊപ്പോർഷൻ ടു പ്രഷർ. അപ്പൊ ഈ പറയുന്ന പ്രഷർ, ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഒരു ലിക്വിഡിനകത്തേക്ക് ഗ്യാസിനെ നമുക്ക് ഡിസോൾവ് ചെയ്യണം. ശ്രദ്ധിച്ച്, ലിക്വിഡിനകത്തേക്ക്, അതായത് ലിക്വിഡ് അസറ്റോണിലേക്ക് ഗ്യാസിനെ, അതായത് നമ്മുടെ അസറ്റിൻ ഗ്യാസിനെ ഡിസോൾവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് അതിനുള്ളിലേക്ക് പ്രഷർ കൊടുക്കണം. പ്രഷർ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ അതിനെ ഡിസോൾവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ സാധാരണഗതിയിൽ ഈ പറയുന്ന NTP നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ നമ്മൾ ഈ പറയുന്ന കൊടുക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 15 അറ്റ്മോസ്ഫിയർ പ്രഷർ അസറ്റിലിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, 15 അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ അതിലേക്ക് ആ ഗ്യാസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം 25 × 15 ഏകദേശം 375 വോളിയം ഓഫ് അസറ്റിൽ അവിടെ ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് ഈ പറയുന്ന ഗ്യാസിന്റെ സോലുബിലിറ്റി മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഗ്യാസ്, അതായത് നമ്മുടെ ലിക്വിഡിനകത്തേക്ക് ഗ്യാസിനെ സോലുബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഗ്യാസ് ഒരു പ്രഷർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പ്രഷർ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഗ്യാസ് ആ ഒരു ലിക്വിഡിനുള്ളിലേക്ക് ലയിപ്പിക്കാൻ കഴിയുള്ളൂ, ഡിസോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് എബോവ് ദ ലിക്വിഡ്. ആ ലിക്വിഡിന് മുകളിലേക്ക് കൊടുക്കുന്ന ഗ്യാസിന്റെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിനകത്തേക്ക് ഡിസോൾവ് ആവുന്നതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ബേസിക്കലി ഒരു ലോ ആണ്, ഹെൻറി ലോ എന്ന് അറിയപ്പെടുന്നത്. ഈ പറയുന്ന ഗ്യാസിനെ വെള്ളത്തിലേക്ക് നമ്മൾ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രഷർ ഉണ്ട്. ആ ഹെൻറി ലോയുടെ അടിസ്ഥാനം, ഹെൻറി ലോ പറയുന്ന ഇത്രയേ ഉള്ളൂ, ആ കൊടുക്കുന്ന പ്രഷറിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും, പ്രഷറിന് ആനുപാതികമായിട്ടായിരിക്കും ഗ്യാസ് ഉള്ളിൽ ലയിക്കുന്നുണ്ടാവുക. ഇത്രയേ ഉള്ളൂ. അപ്പോ ഹെൻറി ലോ പറയുന്ന ഇത്രേ ഉള്ളൂ. ഇത് നമ്മളുടെ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസിൽ നമ്മളുടെ ആ ഒരു അസറ്റിൻ ഗ്യാസ് കൊടുക്കുന്ന പ്രഷറിന് ആനുപാതികമായിട്ടായിരിക്കും അതിനുള്ളിലേക്ക് ഡിസോൾവ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ അങ്ങനെ ഗ്യാസ് ലിക്വിഡിനുള്ളിലേക്ക് ഡിസോൾവ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ എന്തിനെ പ്രൊപ്പോർഷണൽ പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് എബോവ് ദ ലിക്വിഡ്. ആ ലിക്വിഡിന് മുകളിലേക്ക് ഗ്യാസ് കൊടുക്കുന്ന പ്രഷറിന് അനുസരിച്ചായിരിക്കും അവിടെ ഡിസോൾവ് ചെയ്യുന്നുണ്ടാവുക. ഈ ലോയാണ് ബേസിക്കലി ഹെൻറി ലോ പറയുന്നുണ്ടാവുക, ഹെൻറി ലോ. ഓക്കെ, അപ്പൊ അത്ര ഡീറ്റെയിലേക്കൊന്നും പോകണ്ട. സപ്പോസ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, ഈ പറയുന്ന ലിക്വിഡ് അസറ്റോണിലേക്ക്, ലിക്വിഡ് ആയിട്ടുള്ള അസറ്റോണിലേക്ക് നമ്മൾ ഗ്യാസ് 25 വോളിയം അസറ്റിൽ നമുക്ക് അവിടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ പ്രഷറിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്കതിനെ ഉള്ളിലേക്ക് ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് 15 അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് കൂട്ടാൻ സാധിക്കും. അതായത് 25 × 15 375 വോളിയം നമുക്ക് അസറ്റിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ പ്രഷർ കൂട്ടുന്നതനുസരിച്ച് വോളിയം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ പൂർണ്ണമായിട്ടും ഒരു വോളിയം
ഈ പറയുന്ന 1 വോളിയം ഓഫ് അസെറ്റിലിൻ കത്തുന്നതിന് വേണ്ടിയിട്ട്, പൂർണ്ണമായിട്ടും കത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം എത്ര വോളിയം ഓക്സിജൻ വേണ്ടി വരാം, എത്ര വോളിയം ഓക്സിജൻ വേണ്ടി വരും? ദാറ്റ് ഈസ് 2.5 വോളിയം അല്ലെങ്കിൽ യൂണിറ്റ് ഓക്സിജൻ വേണ്ടി വരും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പൂർണ്ണമായിട്ടും ആ ഒരു അസെറ്റിലിൻ കത്തുന്നതിന് വേണ്ടിയിട്ട് 1 വോളിയം പൂർണ്ണമായിട്ടും കത്തുന്നതിന് വേണ്ടിയിട്ട് 2.5 വോളിയം എന്താണ് ഓക്സിജൻ അവിടെ വേണ്ടി വരും എന്നുള്ളത് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതും ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ 1 വോളിയം ഓഫ് ലിക്വിഡ് അസെറ്റോൺ ക്യാൻ ഡിസോൾവ് 25 വോളിയം ഓഫ് അസെറ്റിൻ അണ്ടർ NTP എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അത് മനസ്സിലാക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ബ്ലോ പൈപ്പ് ഹെൽഡ് ഇൻ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. ലെഫ്റ്റ് വേർഡ് വെൽഡിങ്ങിൽ ബ്ലോ പൈപ്പ് നമുക്കറിയാം, ഫില്ലർ റോഡും ഉണ്ടാവും, ബ്ലോ പൈപ്പ് ഉണ്ടാവും. ബ്ലോ പൈപ്പ് ലെഫ്റ്റ് വേർഡ് വെൽഡിംഗിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആംഗിൾ എത്രയാണ്? ബ്ലോ പൈപ്പ് held at an angle of 40 to 50 degree. Blow pipe held an angle of 30 to 40 degree. Blow pipe held an angle of 60 to 70 degree. Blow pipe held an angle at 50 to 70 degree. ഏതായിരിക്കും? ആലോചിച്ച് നോക്കേ. ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് സി അല്ലേ? 60 to 70 അല്ലേ? റൈറ്റ് ആൻസർ ആണ്, സംശയമൊന്നും വേണ്ട. 62. ഇപ്പൊ അതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ്, റൈറ്റ് വേർഡ് വെൽഡിംഗ്. ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് നമുക്കറിയാം, നമ്മളുടെ ഫില്ലർ റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 30 to 40 ആണ് അല്ലെ? ഫില്ലർ റോഡ് 30 to 40 ആണ്. അപ്പൊ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗിന് ബ്ലോ പൈപ്പ് 60 to 70 ആണ്. ഓക്കെ, അപ്പോ നമ്മളുടെ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ്, അതായത് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റിലേക്ക് നമ്മൾ വെൽഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് എന്ന് പറയാം, ഫോർ ഹാൻഡ് വെൽഡിംഗ് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗിൽ നമ്മളുടെ ബ്ലോ പൈപ്പ് 60 to 70 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫില്ലർ റോഡ് 30 to 40 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ ഫില്ലർ റോഡിനെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് ബ്ലോ പൈപ്പ് പോകുന്നുണ്ടാവുക. ഫില്ലർ റോഡിനെ ഫോളോ ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ചെയ്ത് പോകുന്നുണ്ടാവുക. ശ്രദ്ധിച്ചോ? ഓക്കെ ആണ്. എന്നാൽ റൈറ്റ് വേർഡ് വെൽഡിംഗ് നോക്കേ, 30 to 40 ഡിഗ്രി ആണ്, സംശയമൊന്നും വേണ്ട. രണ്ടിടത്തും ഫില്ലർ റോഡ് ഒരേ ആംഗിൾ തന്നെയാണ്, 30 to 40 ഡിഗ്രി. എന്നാൽ ബ്ലോ പൈപ്പ് വന്നിട്ട് 40 to 50 ആണ് റൈറ്റ് വേർഡ്. റൈറ്റ് വേർഡിൽ 40 to 50. അപ്പോൾ രണ്ട് കേസിലും ലെഫ്റ്റ് വേർഡ് ആയിക്കോട്ടെ റൈറ്റ് വേർഡ് ആയിക്കോട്ടെ നമ്മളുടെ ആ ഒരു ഫില്ലർ റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ ഒന്ന് തന്നെയാണ്, 30 മുതൽ 40 ഡിഗ്രി. ലെഫ്റ്റ് വേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് 60-70 ആയിട്ട് മാറും ബ്ലോ പൈപ്പ്. റൈറ്റ് വേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് 30-40 എന്ന് പറയുന്ന ഫില്ലർ റോഡും 40-50 എന്താവും റൈറ്റ് വേർഡിനകത്ത്, 40-50 ബ്ലോ പൈപ്പ് ആവും. പിന്നീട് ഈ ബ്ലോ പൈപ്പിനെ ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കും ഫില്ലർ റോഡ് പോകുന്നുണ്ടാവുക. ബ്ലോ പൈപ്പിനെ ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കും ഫില്ലർ റോഡ് മൂവ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ലെഫ്റ്റ് വേർഡിൽ ഫില്ലർ റോഡിനെ ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കും ബ്ലോ പൈപ്പ് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത്രയും റൈറ്റ് വേർഡ് ആൻഡ് ലെഫ്റ്റ് വേർഡ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട്. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് അസെറ്റിലിൻ ഗ്യാസ് പ്രോപ്പർട്ടി? അസെറ്റിലിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട്, അസെറ്റിലിൻ ഗ്യാസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അസെറ്റിലിൻ എന്ന് പറയുന്ന ഗ്യാസ് ഒരു കളർലെസ് ഗ്യാസ് ആണ്, കറക്റ്റ് ആണോ? അസെറ്റിലിൻ എന്ന് പറയുന്ന ഗ്യാസ് ഒരു കളർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്, കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. അസെറ്റിലിൻ ഒരു കളർലെസ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഹെവിയർ ദാൻ എയർ. എയറിനെക്കാട്ടിൽ ഹെവിയർ ആണ്. അല്ല, എയറിനെക്കാട്ടിൽ ഹെവിയർ ആണോ? അല്ല, ലൈറ്റർ ആണ് അല്ലെ. അതിൽ തന്നെ താഴെ നിൽക്കും, അതായത് പെട്ടെന്ന് മുകളിലേക്ക് പോകും. അപ്പൊ അത് ഈ പറഞ്ഞ എയറിനെക്കാട്ടിലും ഹെവിയർ അല്ല, എയറിനെക്കാട്ടിൽ ലൈറ്റർ ആണ്. സോ അത് നമുക്ക് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ലൈറ്റർ ദാൻ എയർ ആണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. മറ്റൊന്ന്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ആൽക്കഹോൾ. സ്ലൈറ്റ്ലി കറക്റ്റ് ആണ്. അപ്പോ എയും സിയും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ പ്രോപ്പർട്ടീസ്. ഇത്തരത്തിൽ അസെറ്റിലിൻ ഗ്യാസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രോപ്പർട്ടി. അപ്പോ കളർലെസ് ഗ്യാസ് ആണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ അതിന്റെ കെമിക്കൽ ഫോർമുല, C2H2 എന്ന് പറയുന്നത് അല്ലെ. സത്യത്തിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്.
സി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ രണ്ട് സൈഡിലും ഹൈഡ്രജൻ ഉണ്ടാവും. ഫൈൻ. അപ്പോ കളർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്, ലൈറ്റർ ദാൻ എയർ. എയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റർ ആണ്. ദാറ്റ് ഈസ് സ്പെസിഫിക് ഗ്രാവിറ്റി 1 താഴെയാണ്. ദാറ്റ് ഈസ് 0.9056 as compared to air. Okay, slightly soluble in water ആണ്, water and alcohol ആണ്. ശ്രദ്ധിക്കാം, impure acetylene gas contains impurities such as phosphine. ഇതിൽ phosphine ഉണ്ടാവും, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകും, അമോണിയ ഉണ്ടാകും. ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗാർലിക് ഓർഡർ. ഇതിൽ ഗാർലിക് ഓർഡറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോസ്ഫൈൻ ആണ്. ഫോസ്ഫൈൻ പ്രധാനമായിട്ടും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള് ഫോസ്ഫൈൻ ആണ്. ഹൈഡ്രജൻ സൾഫൈഡ് നമുക്കറിയാം, ഇത്തരത്തിൽ ഹൈഡ്രജൻ സൾഫൈഡ് H2S നമുക്കറിയാം, നമ്മുടെ ചീഞ്ഞ മുട്ടയുടെ സ്മെല്ല് വരുന്ന ഒരു സംഗതിയാണ്, ഒരു കെമിക്കലാണ് ഹൈഡ്രജൻ സൾഫൈഡ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഈ പറയുന്ന റോട്ടൺ എഗ്സിന്റെ സ്മെല്ല് വരുന്ന, ചീഞ്ഞ മുട്ടയുടെ സ്മെല്ല് വരുന്ന കെമിക്കലാണ് ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത്. ഫോസ്ഫൈൻ ആണ് പ്രധാനമായിട്ടും ഒരു ഗാർലിക് ഓർഡർ അല്ലെ, ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു സ്മെല്ല്, ഗാർലിക് ഓർഡർ നമുക്ക് കിട്ടുന്നുണ്ടാകും. സോ ഫോസ്ഫൈൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗാർലിക് ഓർഡർ ബേസിക്കലി, പ്രധാനമായിട്ടും. ഹൈഡ്രജൻ സൾഫൈഡ് ഇത്തരത്തിൽ റോട്ടൺ എഗ് ഒരു സ്മെല്ല് വരുന്നുണ്ടാവും. അമോണിയ ഒരു പഞ്ചൻ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ടാവും, അമോണിയ. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇമ്പ്യൂരിറ്റീസ് ആണ് നമ്മളുടെ ഫോസ്ഫൈന്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ എന്നൊക്കെ പറയുന്നത് അസെറ്റിലിൻ ഗ്യാസിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചിത്രം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫ്ലെയിം ഷോൺ ഇൻ ഫിഗർ? തന്നിരിക്കുന്ന ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഫ്ലെയിമിന്റെ ചിത്രം അല്ലെ, അത് ഏത് ടൈപ്പ് ഫ്ലെയിം ആണ്? ന്യൂട്രൽ ആണോ, ഓക്സിഡൈസിങ് ആണോ, കാർബറൈസിങ് ആണോ, ഓക്സിയസെറ്റിംഗ് ഫ്ലെയിം? ന്യൂട്രൽ ഫ്ലെയിം. ഓക്കെ, ഒരാൾ ഓക്സിഡൈസിങ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, അപ്പോ പലതരത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കോണിക്കൽ ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഷാർപ്പ് എഡ്ജ് ഉണ്ട്, പിന്നെ രണ്ട് സംഗതി ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി ടൈപ്പ് ആ ഒരു ചിത്രം, അതാണ് നമുക്ക് വേണ്ടത്. കാര്യം ചിത്രങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഉത്തരം എന്തായിരിക്കും? ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂട്രൽ ഫ്ലെയിം ആണ് കൊടുത്തിരിക്കുന്നത്, ന്യൂട്രൽ ഫ്ലെയിം. അപ്പൊ 3 ഫ്ലെയിമിന്റെയും ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരണം. സപ്പോസ് ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് 1-2 തവണ വരച്ച് പഠിക്കുക. ഓക്കെ, എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് അറിയാം ഇത്തരത്തിൽ ഇന്നർ കോൺ ഉണ്ട്, അതുപോലെ തന്നെ ഔട്ടർ എൻവലപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ഇത്തരത്തിലുള്ള ഒരു കോണിക്കൽ ആയിട്ടുള്ള ഷേപ്പ്, ഇന്നർ കോണിക്കൽ ഷേപ്പ്. പിന്നീട് നമ്മുടെ ഔട്ടർ ആയിട്ടുള്ള എൻവലപ്പ് നമ്മൾ അവിടെ കാണാൻ സാധിക്കും, എൻവലപ്പ് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചിത്രമാണ് ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഉള്ളിലുള്ള കോണ് വളരെ ഷാർപ്പ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഷോർട്ട് പോയിന്റഡ് കോൺ ആണെന്നുണ്ടെങ്കിൽ, ഷോർട്ട് ആയിട്ടുള്ള പോയിന്റഡ് ആയിട്ടുള്ള കോൺ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത്തരത്തിൽ ഷാർപ്പായിട്ട് പോയിന്റഡ് ആയിട്ടുള്ള ചെറിയ കോൺ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ഓക്സിഡൈസിങ് ആയിരിക്കും, ഓക്സിഡൈസിങ്. ഓക്കെ, പിന്നീട് ഇത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ, ഇത്തരത്തിൽ നോക്കി ഇവിടെ വളരെ ചെറിയ ഒരെണ്ണം ഉണ്ടാകും. അതുപോലെ തന്നെ തൊട്ട് മുകളിൽ മുകളിൽ ഒരു ചെറിയൊരു കോൺ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, വീണ്ടും അതിന് പുറത്തൂടെ ആയിരിക്കും എൻവലപ്പ് വരുന്നുണ്ടാവുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം ദാറ്റ് ഈസ് റെഡ്യൂസിങ് അല്ലെങ്കിൽ കാർബറൈസിങ് ഫ്ലെയിം എന്ന് വിളിക്കാം. ഓക്കെ, കാർബറൈസിങ് ഫ്ലെയിം. അപ്പോ ചിത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ദാറ്റ് ഈസ് ന്യൂട്രൽ ഫ്ലെയിം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് മീഡിയം is used to check the leakage of acetylene regulator connection? Soap solution, plain water, distilled water, cold water. Which medium is used to check the leakage of acetylene generator? Acetylene regulator കണക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലീക്കേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്ത് മീഡിയത്തിന്റെ സഹായത്തോടു കൂടിയാണ്? സോപ്പ് സൊല്യൂഷൻ ആണോ, പ്ലെയിൻ വാട്ടർ ആണോ, ഡിസ്റ്റിൽഡ് വാട്ടർ ആണോ, കോൾഡ് വാട്ടർ ആണോ? ഗസ് ചെയ്തോളൂ, കുഴപ്പമില്ല. അറിയില്ല എന്നെങ്കിൽ ഗസ് ചെയ്തോളൂ, കുഴപ്പമില്ല. സോപ്പ് വാട്ടർ. സോപ്പ് വാട്ടറാണ് ഉത്തരം. സോപ്പ് വാട്ടറാ. കാര്യം അസറ്റിലിനടുത്ത് നമ്മൾ വെള്ളം അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ എന്താണ് എക്സ്പ്ലോഷൻ നടക്കും അല്ലെ. അസറ്റിനകത്തേക്ക് സപ്പോസ് അവിടെ ഒരു ലീക്ക് ഉണ്ടെന്നിരിക്കട്ടെ, അസറ്റിലിന്റെ റെഗുലേറ്ററിനകത്ത് ചെറിയൊരു ലീക്ക് ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ അതിലേക്ക് വെള്ളം, പ്ലെയിൻ വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ആണ് നമ്മൾ H2O യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ
ഓക്സിജൻ സഹായത്തോടുകൂടി കത്തും, അല്ലെ, എക്സ്പ്ലോഷൻ സംഭവിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ബേസ് ആയിട്ടുള്ള സൊല്യൂഷൻ, ബേസിക് സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് സോപ്പ് സൊല്യൂഷൻ ഒക്കെ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവും, ഇത്തരത്തിൽ അസറ്റിൻ റെഗുലേറ്റർ, അസറ്റിൻ ഗ്യാസുമായിട്ട് കോണ്ടാക്ട് വരുന്നിടത്തൊക്കെ നമ്മൾ സോപ്പ് സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേണ്ട ഇത്രയേ ഉള്ളൂ. സോപ്പ് സൊല്യൂഷൻ ഇസ് യൂസ്ഡ് ടു ചെക്ക് ദ ലീക്കേജ് ഓഫ് അസറ്റിൻ റെഗുലേറ്റർ കണക്ഷൻ. അതുപോലെ തന്നെ പ്ലെയിൻ വാട്ടർ എവിടെ യൂസ് ചെയ്യുന്നു, പ്ലെയിൻ വാട്ടർ ഓക്സിജൻ റെഗുലേറ്റർ കണക്ഷൻ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. അസറ്റിൻ റെഗുലേറ്ററിലൊക്കെ ഉണ്ടാവുന്ന കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസറ്റിലിൻ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സോപ്പ് സൊല്യൂഷൻ. ഓക്സിജനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്യും. ഈ രണ്ട് പോയിന്റ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ട്രേഡ്സ്മാൻ ഫിറ്റിംഗ്, ഫിറ്റർ ഗ്രേഡ് 2 വാട്ടർ അതോറിറ്റി, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്. Why cylinder keys are not removed from the cylinder while welding? വെൽഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സിലിണ്ടർ കീ ഉണ്ടല്ലോ, അത് റിമൂവ് ചെയ്യുന്നുണ്ടാവില്ല, എല്ലായ്പ്പോഴും സിലിണ്ടറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ്? വൈ സിലിണ്ടർ കീസ് ആർ നോട്ട് റിമൂവ്ഡ് ഫ്രം ദ സിലിണ്ടർ വൈൽ വെൽഡിങ്? വെൽഡിങ് ചെയ്യുന്ന സമയത്ത് സിലിണ്ടറിനുള്ളിൽ നിന്നും നമ്മൾ ആ കീ എടുത്തു മാറ്റുന്നില്ല, അല്ലെങ്കിൽ കീ അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ടു പ്രിവെന്റ് ഗ്യാസ് ലീക്ക്, ഓപ്ഷൻ ബി ടു ക്ലോസ് ഇൻ കേസ് ഓഫ് ബാക്ക് ഫയർ, ഓപ്ഷൻ സി ടു അഡ്ജസ്റ്റ് ദ ഗ്യാസ് സപ്ലൈ, ഓപ്ഷൻ ഡി ടു ഓപ്പൺ ആൻഡ് ക്ലോസ് ഫ്രീക്വന്റ്ലി. ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി ടു ക്ലോസ് ഇൻ കേസ് ഓഫ് ബാക്ക് ഫയർ, അല്ലെ? പെട്ടെന്ന് നമുക്കറിയാം ഇത്തരത്തിൽ ബാക്ക് ഫയർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? പെട്ടെന്ന് ക്ലോസ് ചെയ്യണം. ആ സമയത്ത് കീ അന്വേഷിച്ച് നടക്കാനൊന്നും നമുക്ക് സമയമില്ല. അപ്പൊ പെട്ടെന്ന് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് നിമിഷവും ബാക്ക് ഫയർ ഉണ്ടാവാം. ഇത്തരത്തിൽ പ്രഷർ ലോ ആയിട്ട് ആ പ്രഷർ ലോ ആവാനുള്ള സാധ്യത പല രീതിയിലുണ്ട്. അപ്പൊ അങ്ങനെ പ്രഷർ ലോ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ബാക്ക് ഫയർ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ബാക്ക് ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓഫ് കോഴ്സ് അവിടെ ഇത്തരത്തിൽ ബാക്ക് ഫയർ വരുന്ന സമയത്ത് അറസ്റ്റർ ഒക്കെ ഉണ്ടാകും, ഇത്തരത്തിൽ അറസ്റ്റേഴ്സ് ഉണ്ടാകും. എങ്കിൽ തന്നെയും നമ്മൾ അവിടെ പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം, ടു ക്ലോസ് ഇൻ കേസ് ഓഫ് ബാക്ക് ഫയർ. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കേ, ഇത്തരത്തിൽ ആ ഒരു കീ, സിലിണ്ടർ കീ നമ്മൾ അവിടെ ഉണ്ടാവും. സിലിണ്ടർ കീ ഓൾവേസ് ഇൻ ദ സിലിണ്ടർ, സിലിണ്ടർ തന്നെ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാ? പെട്ടെന്ന് ക്വിക്ലി ഇൻ കേസ് ഓഫ് ബാക്ക് ഫയർ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് സമയത്ത് പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലായ്പ്പോഴും ആ കീ ആ ഒരു സിലിണ്ടറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. സ്റ്റോർ സിലിണ്ടേഴ്സ് ഇൻ എ ഡ്രൈ വെൽ വെന്റിലേറ്റഡ് ഏരിയ അറ്റ്ലീസ്റ്റ് ഡാഷ് ഫീറ്റ് ഫ്രം ദ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ. നമ്മൾ ഈ പറയുന്ന സിലിണ്ടർ, അസറ്റിലിൻ സിലിണ്ടർ സ്റ്റോർ ചെയ്യാനിരിക്കട്ടെ, സ്റ്റോറിലിരിക്കുകയാണ്. അതെല്ലായ്പ്പോഴും നമുക്കറിയാം വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്, അത് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ഡാഷ് ഫീറ്റ് ഫ്രം ദ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ, കത്തുന്ന എന്തെങ്കിലും മെറ്റീരിയൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മിനിമം ഇത്ര അടി, എത്ര അടി എന്നുള്ളതാണ് ചോദ്യം. അത്രയും അടി നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. മിനിമം എത്ര അടി നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളതാണ് ചോദ്യം. അറ്റ്ലീസ്റ്റ് ഹൗ മെനി ഫീറ്റ്, എത്ര എന്നുള്ള ചോദ്യം. 5 ഫീറ്റ്, 10 ഫീറ്റ്, 15 ഫീറ്റ്, 20 ഫീറ്റ്, എത്രയായി വരാം? 10 ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചോ, നമ്മളുടെ ഉത്തരം അറിയില്ല, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, നമുക്ക് അതിനകത്ത് വിഷയമില്ല. നമുക്കിവിടെ ഉത്തരം ഇനി തെറ്റരുത് 20 ഓക്കെ, അപ്പോ 20 ഫീറ്റ് അല്ലെ? ഫീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അടി, അല്ലെങ്കിൽ ഒരു ഫൂട്ട് എന്ന് പറയാം അല്ലെ? ഒരു ഫൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരടി എന്ന് പറയാം. ഒരടി എന്ന് പറയുന്ന എത്ര ഇഞ്ചാണ്? 12 ഇഞ്ചാണ് അല്ലെ? 12 ഇഞ്ചാണ്. 1 ഇഞ്ച് എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 25 പോയിന്റ് അത്രയും സെന്റിമീറ്റർ ആണോ? സെന്റിമീറ്റർ. അയ്യോ അല്ല, 2.54 സെന്റിമീറ്റർ ആണ്. 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 അല്ലെങ്കിൽ 25.4 mm പറയാം.
mm പറയാം, വിട്ടുപോകരുത്. അപ്പോൾ 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 25.4 mm പറയാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എത്ര അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 ഫീറ്റ് കൂടുന്നതാണ് ഒരു യാർഡ് എന്ന് പറയുന്നത്. ഒരു യാർഡ് എന്ന് പറയുന്നുണ്ടാവും, 3 അടിയാണ് ഒരു യാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഇപ്പൊ എന്താണ്, എത്ര ഫീറ്റ് മാറിയിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. സാധാരണഗതിയിൽ നമ്മുടെ അസറ്റിൻ ഗ്യാസ് സിലിണ്ടർ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി പ്രിക്കോഷനുമായി ബന്ധപ്പെട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്, അല്ലെ? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് മിനിമം ഒരു 20 അടിയെങ്കിൽ നമ്മൾ ദൂരെ മാറി വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സേഫ്റ്റി പ്രിക്കോഷൻ ബിഫോർ ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സിലിണ്ടറുകൾ അപ്രൈറ്റ് ആയിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. സോ അവിടെ ഈ പറയുന്ന വെൽഡിംഗ് വർക്ക്ഷോപ്പുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫയർ ഏതാണ്? ഈ പറയുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ ഏതാണ്? CO2. യെസ്, റൈറ്റ് ആൻസർ ആണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വെൽഡിംഗ് വർക്ക്ഷോപ്പുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ CO2 എക്സ്റ്റിംഗ്വിഷർ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിംഗ്വിഷർ. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമ്മൾ എക്സ്റ്റിംഗ്വിഷേഴ്സ് അവിടെ ഉണ്ടാകും. വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ജനാലകളൊക്കെ ഉള്ള വെന്റിലേറ്റർ ഒക്കെ ഉള്ള ഏരിയയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, ദാറ്റ് ഈസ് സ്റ്റോർ സിലിണ്ടർ ഇൻ എ ഡ്രൈ വെൽ വെന്റിലേറ്റഡ് ഏരിയ അറ്റ്ലീസ്റ്റ് 20 feet ഫ്രം ദ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നുണ്ട് അവർ, അപ്പോ അവർക്കത് ചോദിക്കാം. അപ്പൊ അത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ശ്രദ്ധിക്കുക, ഇത് ഉരുട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ട്രോളിയൊക്കെ വേണം. നമ്മൾ സാധാരണ അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കുന്ന കാണാറുണ്ട്, പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. കൃത്യമായിട്ട് ട്രോളിയിലൊക്കെ കൊണ്ടിട്ട് അപ്രൈറ്റ് ആയിട്ട് ഉയർത്തി തന്നെ ഇങ്ങനെ നിവർത്തി വെർട്ടിക്കലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വേണം, എല്ലാം വളരെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വേണം അത് നമ്മൾ വർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ടു ഓപ്പൺ ഗ്യാസ് സിലിണ്ടർ വാൽവ് socket, which tool is used? To open gas cylinder valve socket. Cylinder key. സിലിണ്ടർ കീ, സംശയമൊന്നും വേണ്ട. അപ്പോ ഇത്തരത്തിൽ നമ്മൾ വാൽവ് സിലിണ്ടർ, ഗ്യാസ് സിലിണ്ടർ വാൽവ് സോക്കറ്റിൽ തുറക്കുന്നതിന് വേണ്ടി, അതായത് വാൽവ് തുറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിലിണ്ടർ കീ ആണ്, അല്ലെ? സോ റൈറ്റ് ആൻസർ ആണ്, സിലിണ്ടർ കീ ആണ്. എന്നാൽ നമ്മുടെ ആ ഒരു ഗേജ്, അല്ലെ, ഇത്തരത്തിൽ ആ ഒരു റെഗുലേറ്റർ ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ സ്പാനർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അത് തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും വേണ്ടിയിട്ട്, അല്ലെ, വാൽവ് ഓപ്പണും ക്ലോസും ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ സിലിണ്ടർ കീ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, വെൽഡിംഗ് ടോർച്ച് ടിപ്പ് ആർ മെയ്ഡ് അപ്പ് ഓഫ്? കോപ്പർ. സംശയമൊന്നും വേണ്ട, കോപ്പർ. അപ്പോ വെൽഡിംഗ് ടോർച്ചിന്റെ ഒക്കെ ടിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ കൊണ്ടാണ്. വെൽഡിംഗ് ടോർച്ച് ടിപ്പ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ. അപ്പോ വെൽഡിങ്ങിന്റെ ആ ഒരു ടിപ്പ്, അപ്പൊ അല്ലെങ്കിൽ നോസിൽ എന്നൊക്കെ പറയാം, നോസിലൊക്കെ എന്താണ്, കോപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ ബ്ലോക്ക് പൈപ്പ് ആണ്. അപ്പൊ ബ്ലോക്ക് പൈപ്പിന്റെ ഈ ഒരു ആംഗിൾ കണ്ടല്ലോ, ഈ ഒരു ആംഗിൾ. സോ ആംഗിൾ ഓഫ് വെൽഡിംഗ് നോസിൽ എന്ന് പറയുന്നത് എത്ര? 120 ഡിഗ്രിയാണ്. എന്നാൽ അത് 90 ഡിഗ്രി ആകുമ്പോൾ ഏതായിരിക്കും? ഗ്യാസ് കട്ടർ ആയിരിക്കും, അല്ലെ? ഗ്യാസ് കട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലോക്ക് പൈപ്പ് ആയിരിക്കും 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് സിലിണ്ടർ ക്രാക്കിംഗ്? എന്താണ് സിലിണ്ടർ ക്രാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് സിലിണ്ടർ ക്രാക്കിംഗ്? ഡിസോൾവിംഗ് അസറ്റിലിൻ ഗ്യാസ് ഇൻ അസറ്റോൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസറ്റിലിൻ ഗ്യാസ് അസറ്റോണിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ് സിലിണ്ടർ ക്രാക്കിംഗ് എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നത് മേക്ക് അസറ്റിലിൻ സിലിണ്ടർ അക്കോർഡിംഗ് ടു ദ വർക്കിംഗ് പ്രഷർ. അസറ്റിലിൻ സിലിണ്ടറിനെ നമ്മൾ വർക്കിംഗ് പ്രഷറിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നതാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഓപ്ഷൻ സി റിമൂവൽ ഓഫ് ഡസ്റ്റ് ഫ്രം വാൽവ് സോക്കറ്റ്. വാൽവ് സോക്കറ്റുകളിലൊക്കെ വന്നിരിക്കുന്ന ഡസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നത് ഇതൊന്നുമല്ല എന്നാണ് പറയുന്നത്, ഓപ്ഷൻ ഡി. അപ്പൊ എന്തായിരിക്കും ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരിക സിലിണ്ടർ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാല്? ഓപ്ഷൻ സി. യെസ്, ഓപ്ഷൻ സി ആണ് ഉത്തരം. സിലിണ്ടർ ക്രാക്കിംഗ് എന്ന് പറയുന്ന ടേം, അല്ലെ? എന്താണ് സിലിണ്ടർ ക്രാക്കിംഗ്? നമുക്കറിയാം, നമ്മളെന്താ പെട്ടെന്നൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്യും, അല്ലെ? അതിനെയാണ് നമ്മൾ സിലിണ്ടർ ക്രാക്കിംഗ് എന്ന് പറയുന്നുണ്ടാവുക. നമ്മൾ ഈ പറയുന്ന റെഗുലേറ്റർ ഒക്കെ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ കൃത്യമായിട്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിളോ മറ്റെന്തെങ്കിലും അടവൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും? നമുക്കറിയാം, നമ്മൾ ഫീൽഡിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവിടെയൊക്കെ പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു പൊടിപടലങ്ങളൊക്കെ നമ്മളുടെ ആ ഒരു വാൽവിനകത്തോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് നമ്മളുടെ ഒരു ഫ്ലോ, ഗ്യാസിന്റെ ഫ്ലോയിന് തടസ്സം സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിളിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ നമ്മളുടെ ആ ഒരു വാൽവ് ഓപ്പൺ ചെയ്യുന്നു, പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നു.
അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്രാക്കിംഗ് എന്ന് പറയുന്നുണ്ടാവുക. സോ സിലിണ്ടർ ക്രാക്കിംഗ്. സോ ഇമ്മീഡിയറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസ് ദ സിലിണ്ടർ. ഇതിൽ സിലിണ്ടറിന്റെ വാൽവ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യുന്നു പിന്നെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിലിണ്ടർ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ക്രാക്കിംഗ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാ? റിമൂവ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾ ആൻഡ് അതർ ഫോറിൻ മെറ്റീരിയൽസ് ഫ്രം ദ വാൽവ് സോക്കറ്റ്. അപ്പോൾ വാൽവ് സോക്കറ്റിൽ നിന്നും ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ക്രാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, ക്രാക്കിംഗ് ഓഫ് സിലിണ്ടർ. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ ഒരു ടേം കൃത്യമായിട്ട് ഓർത്തിരിക്കാം, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഫയൽ ഈസ് യൂസ്ഡ് ടു ക്ലീൻ ദ സർഫസ് വെൽഡിംഗ് ടോർച്ച് ടിപ്പ്? സർഫസ് ഓഫ് വെൽഡിംഗ് ടോർച്ച് ടിപ്പ്. വെൽഡിംഗ് ടോർച്ച് ടിപ്പിന്റെ സർഫസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫയലാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഫയലൊക്കെ പഠിച്ചിട്ടുണ്ട്. നിരവധി ടൈപ്പ് ഫയലുണ്ട്. അതിൽ ഏത് ഫയലാണ്, നമുക്കറിയാലോ ഫയൽ എന്ന് പറയുന്ന ടൂൾ, ഏത് ഫയൽ ടൂൾ ആണെങ്കിൽ ഫയലാണ് നമ്മളുടെ ടോർച്ച് ടിപ്പുകളിൽ സർഫസ് ക്ലീൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ റഫ് ഫയൽ, ഓപ്ഷൻ ബി സ്മൂത്ത് ഫയൽ, ഓപ്ഷൻ സി ബസ്റ്റാർഡ് ഫയൽ, ഓപ്ഷൻ ഡി ഡെഡ് സ്മൂത്ത് ഫയൽ. ഈ ഒരു ക്വസ്റ്റ്യൻ ഫയലിലും ചോദിക്കാം, വെൽഡിങ്ങിലും ചോദിക്കാം. യെസ്, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സ്മൂത്ത് ഫയൽ ആണ് കേട്ടോ, സ്മൂത്ത് ഫയൽ ആണ്. സോ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്, നോക്കാം. അപ്പോൾ സ്മൂത്ത് ഫയൽ ആർ യൂസ്ഡ് എവിടെയാണ്? ഇൻ വെൽഡിംഗ് ടോർച്ച് ടിപ്പ്. ഇത്തരത്തിൽ വെൽഡിംഗ് ടോർച്ച് ടിപ്പുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് ഫയൽ ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രേഡുകൾ നമുക്കറിയാം, റഫ്, ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, റഫ് ഫയൽ എന്ന് പറയുന്നത് റിമൂവിങ് റാപ്പിഡ്ലി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. ബസ്റ്റാർഡ് ഫയൽ എവിടെയാണ്? ജനറൽ ഫയലിംഗ് വർക്കാണ്. ഹെവി സ്റ്റോക്ക് റിഡക്ഷൻ. സെക്കൻഡ് കട്ട് ഫയൽ ബ്രിങ്ങിങ് ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ് അല്ലെ, ഇത്തരത്തിൽ ഫിനിഷിംഗ് സൈസിലേക്ക് എത്തിക്കുന്നു, ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ്. സ്മൂത്ത് ഫയൽ ആണ് ഗുഡ് സ്മൂത്ത് ഫിനിഷ് ഉണ്ടാവുക. എവിടെ യൂസ് ചെയ്യുന്നു? ഇത്തരത്തിൽ വെൽഡിംഗ് ടോർച്ചുകളുടെ ടിപ്പ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നു സ്മൂത്ത് ഫയൽ. ഡെഡ് സ്മൂത്ത് ഫയൽ ടു അക്യുറേറ്റ് സൈസ് വിത്ത് ഹൈ ഡിഗ്രീസ് ഓഫ് ഫിനിഷിംഗ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഫയലുമായി ബന്ധപ്പെട്ട്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഫയൽ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ എന്താണ് നമ്മളുടെ ആ ഒരു ടിപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽ സ്മൂത്ത് ഫയൽ കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ദ ടൂൾ യൂസ്ഡ് ടു റിമൂവ് സ്ലാഗ് വിച്ച് കവേഴ്സ് ദ ഡിപ്പോസിറ്റഡ് വെൽഡ് ബീഡ്. വെൽഡ് ബീഡിന് മുകളിലായിട്ട് കവർ ചെയ്തിരിക്കുന്ന സ്ലാഗിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? വേഗം പറഞ്ഞോ. ഹാമർ, ചിപ്പിംഗ് ഹാമർ. ഓക്കെ, ചിപ്പിംഗ് ഹാമർ നിർമ്മിച്ചിരിക്കുന്ന എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്? കാർബൺ. ഏതാണ്? മൈൽഡ് സ്റ്റീൽ തന്നെയാണോ? മീഡിയം കാർബൺ സ്റ്റീൽ അല്ലേ? മീഡിയം കാർബൺ. മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ലോ കാർബൺ സ്റ്റീൽ ആണ്. ലോ കാർബൺ സ്റ്റീൽ ആണ്. ഓക്കെ, അപ്പോ ചിപ്പിംഗ് ഹാമർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മീഡിയം കാർബൺ സ്റ്റീൽ. എന്നാൽ മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ. യെസ്. അപ്പൊ അത് വിട്ടുപോകരുത്. അത് ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ മനസ്സിൽ വരുന്ന ഏതാണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ എന്താണ് എക്സാം ഹോളിലൊക്കെ നമ്മളത് ഉറപ്പാണെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കുത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക്. വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കും, ചെറിയ കാര്യങ്ങൾ നമ്മൾ തെറ്റിക്കും. അതാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ ചിപ്പിംഗ് ഹാമർ ആണ്, നമ്മൾക്കറിയാം മീഡിയം കാർബൺ സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കുന്നു. മറ്റ് ടൂളുകളാണ് നമ്മളുടെ സ്പാനർ, ഡബിൾ എൻഡ് സ്പാനർ ഉണ്ട്. ഫോർജ്ഡ് ക്രോം വനേഡിയം ആണ് മെറ്റീരിയൽ. ഒന്ന് റിഫ്രഷ് ചെയ്ത് പോയാൽ മതി. വയർ ബ്രഷ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷും അവൈലബിൾ ആണ്. പിന്നെ കാർബൺ വയർ ബ്രഷും അവൈലബിൾ ആണ്. ഓക്കെ, ഫെറസ് മെറ്റീരിയലിനൊക്കെ കാർബൺ വയർ ബ്രഷും അല്ല നോൺ ഫെറസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നീട് ടോൺസ് ആണ്. ടോൺസ് ചൂടായിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ടോൺസ് മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കുന്നു. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോയാൽ മതി. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. ചോദ്യത്തിലേക്ക് വരാം. മറ്റൊരു ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് വയർ ബ്രഷ്?
തൊട്ട് മുന്നേ കണ്ട വയർ ബ്രഷ് ഉണ്ടല്ലോ, വയർ ബ്രഷുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് യൂസ്ഡ് ഫോർ ക്ലീനിങ് നോൺ ഫെറസ് ആൻഡ് SS വെൽഡഡ് ജോയിന്റ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലെ. ഇത്തരത്തിൽ നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ ഫെറസ് മെറ്റൽസിനും നോൺ ഫെറസ് മെറ്റൽസിനും സ്റ്റെയിൻലെസ് സ്റ്റീലിനും ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് കാർബൺ വയർ ബ്രഷും ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വയർ ബ്രഷും ഉണ്ട്. 2 ടൈപ്പ് വയർ ബ്രഷുകൾ ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇവിടെ കോമൺ ആയിട്ട് വയർ ബ്രഷ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിപ്പോ ഏതായാലും കറക്റ്റ് ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി പറയുന്നത് മെയ്ഡ് ഓഫ് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് സ്റ്റീൽ വയർ ആണ്. കറക്റ്റ് ആണ്. കാര്യം നമുക്ക് ടൂൾ അല്ലേ, ടൂൾ ആകുമ്പോൾ ഹാർഡൻഡ് ആയിരിക്കണം, ടെമ്പേർഡ് ആയിരിക്കണം. ഓക്കെ, കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, കാർബൺ വയർ ബ്രഷ് ആർ യൂസ്ഡ് ഫോർ ഫെറസ് മെറ്റൽസ്. കറക്റ്റ് ആണ്. അപ്പോൾ 2 വയർ ബ്രഷുകളാണ്. ഒന്ന് കാർബൺ വയർ ബ്രഷും ഉണ്ട്, പിന്നീട് സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷും ഉണ്ട്. അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് പൊതുവെ നോൺ ഫെറസ് മെറ്റൽസിനും സ്റ്റെയിൻലെസ് സ്റ്റീലിനും ഒക്കെ യൂസ് ചെയ്യുന്നു. കാർബൺ വയർ ബ്രഷുകൾ ഫെറസ് മെറ്റൽസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ വയർ ബ്രഷുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ് ഉത്തരം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ബ്ലോ പൈപ്പ് അല്ലെങ്കിൽ ഗ്യാസ് വെൽഡിംഗ് ടോർച്ച്. ബ്ലോ പൈപ്പ് അല്ലെങ്കിൽ ഗ്യാസ് വെൽഡിംഗ് ടോർച്ചുമായി ബന്ധപ്പെട്ട് കറക്റ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കേ, യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലെ. അതിപ്പോ ഫെറസ് ആയാലും നോൺ ഫെറസ് ആയാലും നമ്മൾ ബ്ലോ പൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കേ, ജോയിനിങ് തിൻ ഷീറ്റ് ബൈ ഫ്യൂസിങ് ദ എഡ്ജ്. കറക്റ്റ് ആണ്. നമുക്കറിയാം ഇത്തരത്തിൽ ഷീറ്റ് മെറ്റലൊക്കെ എഡ്ജ് നമ്മൾ ഫ്യൂസ് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ ബ്ലോ പൈപ്പ് കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട് ഗ്യാസ് വെൽഡിങ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, യൂസ്ഡ് ഫോർ ബ്രേസിംഗ് ആൻഡ് റിമൂവിംഗ് ഡെൻഡ് ഡെൻഡ് ഫോംഡ് ബൈ ഡിസ്റ്റോർഷൻ. കറക്റ്റ് ആണ് അല്ലെ. ഇത്തരത്തിൽ 3 ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ എ ബി സിയും കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കാം. അപ്പൊ എല്ലാ ചോദ്യത്തിനും ഓൾ ഓഫ് ദി എബോവ് ഉത്തരവാകുന്നു അങ്ങനെയല്ല, അങ്ങനെ വിചാരിക്കരുത്. അത് ഓരോ ചോദ്യം അനുസരിച്ച് മാറും. ഇത്തരത്തിൽ ഓൾ ഓഫ് ദി എബോവ് വന്നാൽ അത് ഓൾ ഓഫ് ദി എബോവ് ആയിരിക്കും ഉത്തരം എന്നുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ മാറി. ഇപ്പൊ PSC അങ്ങനെയൊന്നും അല്ല ചോദ്യങ്ങൾ ഇടുന്നത്. നൺ ഓഫ് ദി എബോവ് വരെയൊക്കെ ഉത്തരങ്ങൾ വരുന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ഓപ്ഷനിൽ വന്നാൽ ഓൾ ഓഫ് ദി എബോവ് ആകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള ചിന്താഗതി അത് മാറ്റണം. അങ്ങനെ വരരുത്. അത് എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം ചോദ്യം ഉത്തരത്തിലേക്ക് വരാൻ. ഓക്കെ, മറ്റൊരു ചോദ്യം, ഇൻ HP ബ്ലോ പൈപ്പ്, അതായത് ഹൈ പ്രഷർ ബ്ലോ പൈപ്പ്, ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ പ്രഷർ ആർ സെറ്റ് ഈക്വൽ ആസ്. ഹൈ പ്രഷർ ബ്ലോ പൈപ്പിനകത്ത് ഓക്സിജനും അസറ്റിനും ഒരേ പ്രഷറിലേക്ക് നമ്മൾ ഈക്വൽ പ്രഷർ ബ്ലോ പൈപ്പ് എന്ന് പറയാറുണ്ട് അല്ലെ. എത്ര പ്രഷറിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ 1.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ബി 15 അല്ലെ 15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ സി 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ഡി 0.015 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. 0.15 കിലോഗ്രാം സെന്റിമീറ്റർ. സി അല്ലേ? യെസ്, റൈറ്റ് ആൻസർ ആണ്. 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കാം. അപ്പോ ഹൈ പ്രഷർ ബ്ലോ പൈപ്പ്, ലോ പ്രഷർ ബ്ലോ പൈപ്പ്, 2 പൈപ്പ് ഉണ്ട്, 2 ബ്ലോ പൈപ്പുകളുണ്ട്. ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് ആണ് നമ്മള്. സർ കഴിഞ്ഞതിന്റെ ഉത്തരം എത്രയാ? 0.15 അല്ലേ സർ? അതെ, 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. അല്ല 0. യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. കറക്റ്റ് അല്ലേ? വേറെ പറഞ്ഞ തോന്നി സർ. അതാ എന്തോ വേറെ ഒരാള് 0.015 പറഞ്ഞതുപോലെ തോന്നി, അതാ ചോദിച്ചേ. ആണോ? അല്ല, ഓപ്ഷൻ സി ആണ് ഉത്തരം. 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഹൈ പ്രഷർ ബ്ലോ പൈപ്പിൽ ഓക്സിജനും അസറ്റിലും ഒരേ പ്രഷറിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഈക്വൽ പ്രഷർ ബ്ലോ പൈപ്പ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ, അതാണ് ഉത്തരം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, പിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ലോ പ്രഷർ ബ്ലോ പൈപ്പ്. ലോ പ്രഷർ ബ്ലോ പൈപ്പ്.
കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലോ പ്രഷർ ബ്ലോ പൈപ്പ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ഹൈ പ്രഷർ ബ്ലോ പൈപ്പ്. കറക്റ്റ് ആണോ? കറക്റ്റ്. കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. നമ്മൾ ഈ നോസിലൊക്കെ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ലോ പ്രഷറിലാണോ ഹൈ പ്രഷറിലാണോ? സോറി, നോസിൽ മീൻസ് ഇഞ്ചക്ടർ. ഞാൻ ഉദ്ദേശിച്ചത് ഇഞ്ചക്ടർ ആണ്. ഇഞ്ചക്ടർ വെക്കുന്ന എവിടെയാണ്? സോറി, നോസിലല്ല, ഇഞ്ചക്ടർ. അപ്പോ ഇത്തരത്തിൽ അപ്പോ ഇഞ്ചക്ടർ വെക്കുന്നുണ്ടാകും. അപ്പോ ലോ പ്രഷർ ബ്ലോ പൈപ്പ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ഹൈ പ്രഷർ ബ്ലോ പൈപ്പ്. സംശയമൊന്നും വേണ്ട, കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്, അതായത് ലോ പ്രഷർ ബ്ലോ പൈപ്പ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഹൈ പ്രഷർ അസറ്റിലിൻ ജനറേറ്റർ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. അല്പം വില കൂടുതലാണെങ്കിലും നമുക്ക് രണ്ടിടത്തും ഉപയോഗിക്കാം അല്ലെ. വില കൂടുതലാണെങ്കിലും രണ്ടിടത്തും നമുക്ക് ഉപയോഗിക്കാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഹൈ പ്രഷർ അസറ്റിലിൻ ജനറേറ്റർ ഓൾസോ. ഓക്കെ, അതും കറക്റ്റ് ആണ്. മറ്റൊരു ചോദ്യം അല്ല, മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സി, സെയിം ഇഞ്ചക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെന്റ് നോസിൽ സൈസ്. സെയിം ഇഞ്ചക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെന്റ് നോസിൽ സൈസ്. തെറ്റാണ്. അത് തെറ്റാണ് അല്ലെ. ശരിയാണ്. ഈ പറയുന്ന രീതിയിൽ ഒരേ ഇഞ്ചക്ടർ നമുക്ക് ഡിഫറെന്റ് നോസിൽ സൈസിന് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ഇവര് കഴിയും എന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇഞ്ചക്ടറിന്റെ സൈസ് നോസിൽ സൈസിനനുസരിച്ച് മാറ്റി മാറ്റി നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പല സൈസുകളിലുള്ള ഇഞ്ചക്ടർ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ സെയിം ഇഞ്ചക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെന്റ് നോസിൽ സൈസ് എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അത് നമുക്ക് ഒഴിവാക്കാം. സോ ഓപ്ഷൻ എയും ബിയും ആണ് കറക്റ്റ്. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലോ പ്രഷർ ബ്ലോ പൈപ്പും ഹൈ പ്രഷർ ബ്ലോ പൈപ്പും അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മളെ സംബന്ധിച്ചോളം. അപ്പോൾ ലോ പ്രഷർ ആൻഡ് ഹൈ പ്രഷർ. ഇപ്പൊ ലോ പ്രഷറിൽ നമ്മളിവിടെ ഇഞ്ചക്ടർ യൂസ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇഞ്ചക്ടർ അവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പ്രഷറിനകത്തുള്ള വേരിയേഷൻസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രഷർ ലോ ആവാനുള്ള സാധ്യതയില്ല. സോ അതുകൊണ്ട് തന്നെ ബാക്ക് ഫയർ ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും അല്ലെ. ഇത്തരത്തിൽ ബാക്ക് ഫയർ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാര്യം അവിടെ പ്രഷർ ലോ ആവാനുള്ള സാധ്യതയില്ല. ഓക്കെ, ലോ പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഓക്കെ, അപ്പൊ ഇഞ്ചക്ടേഴ്സ് ഓൾസോ ഹെൽപ്പ് ടു പ്രിവെന്റ് ബാക്ക് ഫയർ എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, കൂടുതൽ എക്സ്പെൻസ് ആണ്. കാര്യം ഇഞ്ചക്ടർ ഒക്കെ വെക്കേണ്ടതായിട്ടുണ്ട്, എക്സ്പെൻസീവ് ആണ്. ഹൈ പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പോൾ ലോ പ്രഷർ എക്സ്പെൻസീവ് ആണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഹൈ പ്രഷർ സിസ്റ്റത്തിനോടൊപ്പം നമുക്ക് ലോ പ്രഷർ ബ്ലോ പൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അല്പം വില കൂടുതലാണെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും. യൂസ്ഡ് ഫോർ ബോത്ത് ഹൈ ആൻഡ് ലോ പ്രഷർ സിസ്റ്റം, രണ്ട് സിസ്റ്റത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് ലോ പ്രഷറുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞോളൂ. അസറ്റിലിൻ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ കാൽഷ്യം കാർബൈഡ് ആൻഡ് ഡാഷ്, ഹൈഡ്രജൻ, ഡിസ്റ്റിൽഡ് വാട്ടർ, അമോണിയ. വാട്ടർ, സംശയമൊന്നും വേണ്ട, വാട്ടർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ ഫൈൻ. ഇത്തരത്തിൽ നമുക്കറിയാം അതിന്റെ സിമ്പിൾസ് ഒക്കെ ഓർത്തുന്നാൽ മതി. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. C2H2 അസറ്റിലിൻ കാൽഷ്യം കാർബൈഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സ്ലേക്കറ്റ് ലൈമും അസറ്റിലിൻ ഗ്യാസും. സ്ലേക്കറ്റ് ലൈം എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെ, CaOH ട്വൈസ് പ്ലസ് C2H2 ആണ് അസറ്റിലിൻ ഗ്യാസ്. ഓക്കെ ഫൈൻ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം കവർ ആയിട്ടില്ല എങ്കിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ അങ്ങനെയാണെങ്കിൽ അടുത്ത സെഷനിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുമായി കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്, താങ്ക് യു.